പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ CITയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണവും ലോഗോ പ്രകാശനവും നടന്നു. 1975 ഞാൻ മനസ്സിലാക്കുന്നത് V. വിശ്വനാഥൻ പ്രസിഡന്റായി ആരംഭിച്ചിട്ടുള്ള യൂണിയൻ. അന്നത്തെ ആ യൂണിയൻ കടന്നു പോകുന്ന വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് 91 അവസാനിച്ചു. 1991 നമ്മുടെ ഇന്ത്യക്ക് നടപ്പിലാക്കിയിട്ടുള്ള അന്ന് പറഞ്ഞ പുതിയ സാമ്പത്തിക നയം, ഇപ്പൊ അതിന് കഴിഞ്ഞിട്ട് വർഷം ഒത്തിരി. ആ സാമ്പത്തിക നയത്തിന്റെ ഫലമായി നമ്മുടെ ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ എല്ലാത്തിന്റെയും സ്വഭാവത്തിലും രൂപത്തിലും മാറ്റം വന്നു. ഒരു കാലത്ത് നമ്മുടെ ഈ ജില്ലയ്ക്കകത്ത്, ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിൽ നമ്മൾ വന്നിറങ്ങുന്ന ഏത് ആൾ കണ്ടിരുന്ന വാഹനങ്ങളിലെ ബോർഡ് പോലും, ഉദാഹരണത്തിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഐലൻഡിലേക്ക് വരുന്ന വാഹനങ്ങൾ, ഞങ്ങൾ പോരാനോടിക്ക് ഞാൻ ഫെർണാണ്ടസ് സംസാരിക്കുകയായിരുന്നു. CITU ദേശീയ കൌൺസിൽ അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഗോപി കോട്ടപുറക്കൽ, M. ജമാൽ കുഞ്ഞ്, PM മുഹമ്മദ് അനീഫ, ചന്ദ്രബാബു, മുന്നബി K. ചന്ദ്രൻപിള്ള, K. ജമാക്സി MLA, ജോൺ ഫെർണാണ്ടസ്, അബ്ദുൽ ഖാദർ ജബ്ബാർ, KM റിയാദ്, K. എഡ്വിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോത്സാഹകമല്ലാത്ത ഭാവിയെ മുൻപിൽ പ്രതീക്ഷിക്കുന്ന ഒരു നഗരത്തിന്റെ പിന്നിട്ട കാലത്തെ ഓർത്തെടുക്കുന്നതിന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി പരിമിതികൾക്കകത്തുണ്ടാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് ഏത് സമൂഹത്തിലും ഏത് വ്യക്തിക്കും ചരിത്രബോധമാണ്. ചരിത്രബോധത്തിന്റെ അഭാവത്തിൽ ഒരു വിപ്ലവ പ്രവർത്തനം വിജയിച്ചതായിട്ട് ചരിത്രം പറയുന്നില്ല. ഇവിടെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ വികാസ പരിണാമങ്ങൾ ഇതിലുള്ള ഘട്ടത്തിൽ ഒരു വലിയ ക്ഷയം സംഭവിച്ചതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.